ഞാനാണ് നല്ലതെന്ന് ഞാനൊരിക്കലും പറഞ്ഞിട്ടില്ല ഒരിടത്തും. ഓഫ് കോഴ്സ് ഒരുപാട് അധികായന്മാരുടെ പാത പിന്തുടരാനായി പ്രയത്നിക്കുന്ന ഒരു ചെറിയ വ്യക്തി മാത്രമാണ് ഞാൻ. അതെനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. അത് പറഞ്ഞു തന്നതിലും നന്ദിയുണ്ട്. അപ്പം എനിക്ക് ശരിക്കും അങ്ങനെ എന്താ പറയുക, ആളുകൾ എല്ലാവരും ഇപ്പോൾ നമ്മൾ പറയുന്നതും ചെയ്യുന്നതും ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം എപ്പോഴും അംഗീകരിക്കണം എന്നൊന്നും എനിക്ക് യാതൊരു നിർബന്ധവും ഇല്ല. അത് അന്നും ഉണ്ടായിട്ടില്ല, ഇന്നും ഉണ്ടായിട്ടില്ല. അതിലൊന്നും എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഒരു വലിയൊരു വിഷയമായിട്ട് എനിക്കത് തോന്നാറില്ല. പക്ഷെ അതിൻ്റെ ഈ പറഞ്ഞ അതിന് മറ്റർത്ഥതലങ്ങളുണ്ട് എന്ന് കാണുമ്പോൾ, അത് ഞാനെന്ന് പറയുന്ന ഒരു വ്യക്തിയെ മാത്രം ടാർഗറ്റ് ചെയ്തല്ലാതെ ഞാൻ ഉൾപ്പെടുന്ന ഒരു സമൂഹത്തെ അത് ടാർഗറ്റ് ചെയ്യുന്നു എന്ന് കാണുമ്പോഴാണ് എനിക്ക് കൂടുതൽ വിഷമം വരുന്നത്. അതെപ്പോഴും വിമർശനങ്ങൾ വരുമ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. ഇപ്പം ഞാനെന്ന് പറയുന്ന ഒരു വ്യക്തിയെ, ഇപ്പോൾ ദിവ്യ അയ്യറിനെ അല്ലെങ്കിൽ ഞാനെന്ന് പറയുന്ന ഒരു വ്യക്തിയെ ഒരു മുറിയിൽ 10 പേരെ കൊണ്ടിരുത്തിയാൽ ചിലപ്പോൾ അതിൽ 2 പേർക്ക് എന്നെ ഇഷ്ടപ്പെടത്തുള്ളൂ, ചിലപ്പോൾ 10 പേർക്കും ഇഷ്ടപ്പെടും, ചിലപ്പോൾ 10 പേർക്കും ഇഷ്ടപ്പെടില്ല. അതൊക്കെ സ്വാഭാവികമാണ്. നമ്മുടെ സമൂഹത്തിൽ അതൊക്കെ സ്വാഭാവികമാണ്. അതിലിപ്പോൾ അത്രയ്ക്ക് അങ്ങ് ആകുലപ്പെടേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ നമ്മൾ ഉത്തമ ബോധ്യത്തിലാണ് കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുള്ളതിൽ നമുക്ക് വിശ്വാസം ഉണ്ടാവുക എന്നുള്ളതാണ് പ്രധാനം. പക്ഷേ എന്നെ വിമർശിക്കുന്നത് ഞാൻ എന്ന് പറയുന്ന ഒറ്റ വ്യക്തി അല്ലാതെ, ഇപ്പം ഈ പറഞ്ഞ കാര്യത്തിൽ അത് ഞാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി അല്ലാതെ ഒരു സ്ത്രീ എന്ന് പറയുന്ന ഒരു സമൂഹത്തെ ഒരു പക്ഷേ കുറച്ചൊന്ന് പിന്നാക്കം വലിച്ചോ എന്നുള്ള ഒരു തോന്നൽ വന്നുകൊണ്ടാണ് ഞാൻ അതിനെ റെസ്പോണ്ട് ചെയ്തത്. അങ്ങനെ എല്ലാ വിമർശനങ്ങൾക്കും പൊതുവെ പ്രതികരിക്കുന്ന ആളല്ല ഞാൻ. പക്ഷെ അത് വർക്കിംഗ് വിമൻ എന്ന് പറയുന്ന ഒരു ക്ലാസ് ഓഫ് ആളുകളെയാണ് അതിലൂടെ പ്രതിനിധീകരിച്ചതെന്ന് എനിക്ക് ബോധ്യമായതുകൊണ്ട് മാത്രമാണ്, അത് പല സ്ത്രീകളും എന്നോട് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ അതിന് പ്രതികരിച്ചത്. അപ്പോൾ നമ്മളിപ്പോൾ ഞാൻ എപ്പോഴും മനസ്സിൽ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്. സ്വാമി വിവേകാനന്ദ പറഞ്ഞ ഒരു ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞൊരു ഉത്തരമായിരുന്നു, വാട്ട് ഡസ് ഇറ്റ് ടേക്ക് ടു മേക്ക് ആൻ ഇൻഡിവിജ്വൽ ഓർ എ നേഷൻ ഗ്രേറ്റ് എന്നുള്ളതായിരുന്നു ചോദ്യം. അദ്ദേഹം പറഞ്ഞ 3 കാര്യങ്ങളുണ്ടായിരുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, ആദ്യത്തേത് ബിലീവ് ഇൻ ദ കൺവിക്ഷൻ ഓഫ് ഗുഡ്നെസ് എന്നുള്ളത്. നന്മയുടെ ഒരു കരുത്തിൽ വിശ്വസിക്കുക എപ്പോഴും. അത് വളരെ പ്രധാനമാണ് ജീവിതത്തിൽ. നമ്മൾ ചെയ്ത കാര്യം നന്മയുടെ പാതയിലാണ് എന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ പിന്നെ ആരെന്ത് പറഞ്ഞാലും ഒരു പ്രശ്നം ഉണ്ടാവും. രണ്ടാമത്തത് അദ്ദേഹം പറഞ്ഞത്, അവോയ്ഡ് ജെലസി ആൻഡ് സസ്പിഷൻ. സ്പർദ്ധയും സംശയവും ദുശങ്കയും ഇല്ലാതാക്കുക എന്നുള്ളത്. ചുറ്റുമുള്ളവരുമായിട്ടുള്ള ബന്ധത്തിലുള്ള കാര്യമായിരിക്കും പറയുന്നത്. അതൊരു ദേശം പുരോഗതി പ്രാപിക്കണമെങ്കിലും ഒരു വ്യക്തി പുരോഗതി പ്രാപിക്കണമെങ്കിലും അത് വളരെ പ്രധാനമാണ്. നമ്മുടെ കൂടെയുള്ളവർ അല്ലെങ്കിൽ ചുറ്റുമുള്ളവരോട് നമുക്ക് അസൂയ തോന്നിയാലോ അല്ലെങ്കിൽ നമ്മൾ ഒരു മനുഷ്യനെ വിശ്വസിക്കാതിരുന്നാലോ ആകെ പ്രശ്നമാണ്. ഇപ്പോൾ ഇത് വ്യക്തിപരമായിട്ടാണെങ്കിലും നല്ല ജോലി സ്ഥലത്താണെങ്കിലും ഒക്കെ തന്നെ, ഇപ്പോൾ MD എന്ന് പറഞ്ഞ് ഞാൻ ഇരിക്കുന്നു എന്നുണ്ടെങ്കിലും ഞാൻ പ്രതിനിധീകരിക്കുന്നത് ഒരു വലിയ സമൂഹത്തെയാണ്. അവിടെ ഈ പറയുന്ന ജോലി ചെയ്യുന്ന തങ്ങളുടെ ഹൃദയം കൊണ്ടും ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും മതി കൊണ്ടും ഒക്കെ ജോലി ചെയ്യുന്ന അനേകം വ്യക്തികളുണ്ട്. അവരെ ഓരോരുത്തരെയും വിശ്വസിച്ച് ഓരോരോ ടാസ്ക് ഏൽപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് ശരിക്കും ഞാൻ ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ ചെയ്യുന്നത് വലുതായിട്ടൊരു കാര്യമല്ല. ആ വിശ്വാസം മാത്രമാണ് അവിടെ ശരിക്കും പ്രധാനം. അപ്പം അത് ശരിക്കും ഈ രണ്ടും പ്രധാനമാണ്. അവിടെ അസൂയയും പാടില്ല, ആവശ്യമില്ലാത്ത സംശയം ദുശങ്കയും പാടില്ല എന്നുള്ളത് വളരെ പ്രധാനം. മൂന്നാമത് അദ്ദേഹം പറഞ്ഞത്, ഓൾവേസ് ഹെൽപ്പ് ദോസ് ഹു ആർ ആൻഡ് ഹു ഡു ഗുഡ് എന്നുള്ളത്. നല്ല കാര്യം ചെയ്യുന്ന വ്യക്തികൾ, അതായത് ഉത്തമ ബോധ്യത്തിൽ അല്ലെങ്കിൽ ഉത്കൃഷ്ടമായ പ്രവൃത്തികൾ ചെയ്യുന്ന വ്യക്തികളെ എപ്പോഴും സഹായിക്കുക എന്നുള്ളത് മൂന്നാമത്തെ കാര്യം. അതും ഈ പറഞ്ഞ പോലെ ഇപ്പം ജോലിയിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും ഒക്കെ നമുക്കൊരു വ്യക്തിയെ കാണുമ്പോൾ അവർ ചെയ്യുന്ന പ്രവൃത്തികൾ
നമ്മൾ മനസ്സിലാക്കുമ്പോഴൊക്കെ നമുക്ക് എല്ലാവർക്കും ആ ഒരു 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 ബോധ്യം വരും, ഒരു ഇൻറ്റ്യൂഷൻ വരും പലപ്പോഴും. അതിപ്പോൾ ആരുടെയും സർട്ടിഫിക്കറ്റ് നോക്കിയല്ലേ നമ്മൾ തീരുമാനിക്കുന്നത്. പക്ഷേ ഉത്തമ ബോധ്യത്തോടു കൂടിയാണ്, നന്മയുടെ പാതയിലാണ് ഈ വ്യക്തി സഞ്ചരിക്കുന്നതെന്ന് നമ്മൾ കാണുമ്പോൾ എന്ത് വില കൊടുത്തും അവരെ സഹായിക്കുക. അങ്ങനെ എനിക്ക് തോന്നി ഈ 3 കാര്യങ്ങൾ എപ്പോഴും ഞാൻ എൻ്റെ മനസ്സിൽ വെക്കാറുണ്ട്. അത് ഒരു പക്ഷേ വിമർശനങ്ങളെ നേരിടാൻ എനിക്ക് ശക്തി തരുന്നതും ഇത് തന്നെയാണെന്ന് തോന്നുന്നു. നമ്മൾ ചെയ്യുന്ന കാര്യത്തിലുള്ള നമ്മുടെ നന്മയിലുള്ള ഉത്തമ ബോധ്യം മറ്റുള്ളവർ ഒരു സംശയത്തിൻ്റെ നിഴലിൽ വെറുതെ നോക്കാതിരിക്കുക. ഇപ്പം എന്നെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞതുകൊണ്ട് ആ വ്യക്തിക്ക് അതിൻ്റെ പിന്നിൽ വേറൊരു അജണ്ട ഉണ്ടോ എന്നൊക്കെ നമ്മൾ ചിന്തിച്ചു പോയാലാണ് എനിക്ക് പ്രശ്നം. അത് അവരുടെ ജീവിത അനുഭവം, അവരുടെ കാഴ്ചപ്പാട്. ഇഷ്ടമില്ലെങ്കിൽ വേണ്ട, അത്രേ ഉള്ളൂ. അവിടെ വെച്ച് നിർത്തിയാൽ നമുക്ക് മനസ്സമാനം. അതുപോലെ തന്നെ നമ്മൾ പരമാവധി ആളുകളെ സഹായിക്കാൻ ശ്രമിക്കുക. അത് ഇങ്ങോട്ടോ അങ്ങോട്ടോ ഒക്കെ തന്നെ, അത്രേ ഉള്ളൂ. അതെ. ഫെമിനിസ്റ്റ് ഡിസ്കോഴ്സസ് ഒക്കെ പൊതുവെ 2 രീതിയിൽ കാണാറുണ്ട്. ഒന്നിപ്പോ ബയോളജിക്കലി ഡിഫറൻസസ് ഉണ്ടെങ്കിലും എല്ലാ വിമൻ ആർ ഈക്വൽ എന്ന് പറയുന്ന ഒരു സ്ട്രീം ഓഫ് തോട്ട്സ് ഉണ്ട്. മറ്റത് അങ്ങനെയല്ല, ബയോളജിക്കൽ ചില ഡിഫറൻസസ് ഉണ്ട്, നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നു. പക്ഷെ വി ആർ ഈക്വൽ എന്ന് പറഞ്ഞ 2 സ്കൂൾ ഓഫ് തോട്ട്സ് ഉണ്ട്. ഇതിൽ ദിവ്യ എങ്ങനെ ഏതൊരു സ്കൂൾ ഓഫ് തോട്ട്സിനാണ് വരിക? I would think there are a million school of thoughts in feminism. ഓരോ സ്ത്രീക്കും അവരുടേതായിട്ടുള്ള ഒരു ഫെമിനിസ്റ്റ് ചിന്ത ഉണ്ടാവും എന്നാണ് ഞാൻ കരുതുക. ഐ എം ബേസിക്കലി എനി മൂവ്മെൻറ്റ് across the globe over the period of history we've seen, any movement as such which fights for the rights of people or rights of environment or living creatures or anything, it's basically a fight against injustices. അത്രയേ ഉള്ളൂ. എല്ലാത്തിൻ്റെയും ഒരു അടിസ്ഥാനം, ഒരു മൗലികമായിട്ടുള്ള വാദം എന്ന് പറയുന്നത് അനീതികൾക്കെതിരെയുള്ള ഒരു പോരാട്ടമാണ്, അന്യായത്തിനെതിരെയുള്ള ഒരു പൊരുതലാണ്, ദിനംപ്രതിയുള്ളൊരു പൊരുതലാണ്. സോ ഇറ്റ് ഈസ് മോർ ഓഫ് a continuous action than something you just read or you see or you listen to. Feminism is basically your life in action, according to me. അതിൽ എന്നെ സംബന്ധിച്ചിടത്തോളം everybody knows that men and women are made differently and they are different. So, to accept each other's differences and celebrate each other's differences and still be yourself in companionship with each other. That's the ideal world, right? ആ ഒരു ഐഡിയൽ വേൾഡിലേക്കുള്ള നമ്മുടെ ഒരു പ്രയാണം മാത്രമാണ്, അത്രേ ഉള്ളൂ. അതിൽ ഒരാളെ പ്രതിയാക്കി ഒരാളെ സാക്ഷിയാക്കി ഒന്നും നിർത്തേണ്ടുന്ന കാര്യമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ബട്ട് യെസ്, ഐ ആം സമൺ ഹൂ ട്രൈസ് ടു സെലിബ്രേറ്റ് ദ ഡിഫറൻസസ്. ഈ സർക്കാർ ഈ ജെൻഡർ ന്യൂട്രൽ യൂണിഫോം കൊണ്ടുവരാൻ ശ്രമിക്കുകയും അതിൽ ഒരുപാട് ഓപ്പോസിഷൻ നേരിടുകയും ഒക്കെ ചെയ്ത ഒരു ഇതുണ്ട്. പക്ഷെ താങ്കൾ പത്തനംതിട്ട കളക്ടറായിരുന്ന സമയത്ത് ഇത് നടപ്പാക്കിയത് അതെങ്ങനെയാണ് ഇത് സാധിച്ചത്? അന്ന് അത്തരം ഒരു ഓപ്പോസിഷൻ ഉണ്ടായിരുന്നു, ചെറിയ തോതിലൊക്കെ ഉണ്ടായിരുന്നു. അവിടുത്തെ കുട്ടികൾക്കും അമ്മമാർക്കും അതിൻ്റെ ഗുണഭോക്താക്കളാകുന്ന ആളുകൾക്ക് അതിനോടൊരു മമതയുണ്ടായിരുന്നു. അതാണ് പ്രധാനം. സോ അങ്ങനെ ഞങ്ങളത് ചെയ്തു. ആൻഡ് ഫോർ മീ ഇറ്റ് വാസ് അതൊരു ഞാൻ ഈ പറഞ്ഞതുപോലെ ഇറ്റ് ഈസ് എ കണ്ടിന്യൂവൽ പ്രോസസ് ഇൻ ആക്ഷൻ. ഫോർ മീ ഇറ്റ് വാസ് മോർ ഓഫ് എ കോൺവെർസേഷൻ സ്റ്റാർട്ടർ ദാൻ എനിത്തിങ് എൽസ്. ആ പ്രായത്തിൽ അത്രയും ഉൾപ്രദേശത്തിൽ വനത്തിൽ ജീവിക്കുന്ന മക്കൾക്ക്, ട്രൈബൽ സ്കൂളായിരുന്നു, അപ്പോൾ വനത്തിൽ ജീവിക്കുന്ന മക്കൾക്ക് അവർക്ക് ലിംഗഭൂമികകളെക്കുറിച്ചും ലിംഗനീതിയെക്കുറിച്ചുമൊക്കെ ഒരു അവബോധം ആ പ്രായത്തിൽ വരിക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ സംഭവമാണ്. സോ ഫോർ മീ ഇറ്റ് വാസ് മോർ ഓഫ് എ കോൺവെർസേഷൻ സ്റ്റാർട്ടർ ദാൻ എനിത്തിങ് എൽസ്. അതൊരു കൺക്ലൂഷൻ അല്ലായിരുന്നു. സ്ത്രീ എന്ന നിലയിൽ ഇപ്പോൾ സിത്താരയുടെ സ്പേസിൽ എന്തൊക്കെ ഒരു സ്ത്രീ എന്ന നിലയിൽ സമൂഹത്തിൽ എന്തൊക്കെ തടസ്സങ്ങൾ, എന്തൊക്കെ വെല്ലുവിളികൾ അനുഭവിക്കുന്നു, അതെല്ലാം ഞാനും അനുഭവിക്കുന്നുണ്ട്. ഒരു IAS ഓഫീസർ ആയതുകൊണ്ട് മാത്രം അതിൽ നിന്നും ഒന്നും ഞാൻ
എന്താ പറയുക, ഷീൽഡഡ് ആവുന്നില്ല, യുനോ. സോ ദാറ്റ് ഈസ് നോട്ട് ഒരു പ്രൊട്ടക്ഷൻ ഗിയർ അല്ല. ഒരു IAS ഓഫീസർ ആവുക എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു സ്ഥാനത്തെത്തുക എന്ന് പറഞ്ഞാൽ, ദാറ്റ് ഈസ് നോട്ട് എ പ്രൊട്ടക്ഷൻ ഗിയർ ഫോർ യു. You would still face all the challenges that any woman in this society would face, and I think I still face that. So on a daily basis, adu undu eppozhum, I'm as vulnerable as any woman is in our state, in our country. So but does it limit you in some way? അതായത് ഒരു ലിമിറ്റേഷൻ ആയിട്ട് ഫീൽ ചെയ്യാറുണ്ടോ ഏതെങ്കിലും ടാസ്കിൽ, ഏതെങ്കിലും ഒരു റെസ്പോൺസിബിലിറ്റിയിൽ? No, I've never felt that. അത് കാരണം എനിക്കൊരു സംഭവം, ഒരു അവസരം ലഭിച്ചില്ല എന്നോ, അല്ലെങ്കിൽ അത് കാരണം ഞാൻ പറഞ്ഞത് എൻ്റെ തീരുമാനം കേൾക്കപ്പെട്ടില്ല എന്നോ, അത് കാരണം എനിക്ക് ഒരു സാധ്യതയില്ലാതായി എന്നൊന്നും സംഭവിച്ചിട്ടില്ല. അങ്ങനെ ഒരു പരിമിതിയായിട്ട് ഇതുവരെ തോന്നിയിട്ടില്ല. ഒരു വർക്കിംഗ് വുമൺ സ്റ്റാറ്റസിലായിരുന്നു, ഡോക്ടറായിരുന്നു, അത് കഴിഞ്ഞിട്ട് IASലെത്തി. പക്ഷെ ഈ നമ്മൾ സാധാരണ പറയുന്ന ഈ സ്ത്രീ എന്ന് നമ്മൾ പറയുന്ന കുടുംബത്തിനകത്ത് പാചകം ചെയ്യുന്നു, ഭർത്താവിൻ്റെ ഉടുപ്പലക്കുന്നു, കുട്ടികളെ സ്കൂളിൽ വിടാൻ ചെയ്യുന്നു, അവരെ വിളിച്ചുകൊണ്ട് വരുന്നു, ഇത്തരം ഒരു എന്താണ് പറയുന്ന ഒരു മൊഡ്യൂളിനകത്ത് നിൽക്കുന്ന ഒരു വർക്കിംഗ് വുമൺ അല്ല ദിവ്യ. പക്ഷെ അതേസമയം തന്നെ ഇപ്പം പറഞ്ഞതനുസരിച്ചുള്ള വൾണറബിലിറ്റി ഉണ്ടല്ലോ, അത് ഈ ഇപ്പം പലരും ആഗ്രഹിക്കുന്നുണ്ടാവും, ദിവ്യ അങ്ങനെ ചെയ്യണം, ദിവ്യ ഇങ്ങനെ ചെയ്യണം, ഇത് ജോലിയൊക്കെ ഉണ്ടാവും, പക്ഷെ ഇത്തരം സാധനങ്ങൾ ചെയ്യുന്നില്ല. അത് ഏതെങ്കിലും തരത്തിൽ അനുഭവിച്ചിട്ടുണ്ടോ അങ്ങനെ ഒരു പ്രഷർ? അങ്ങനെ സാമൂഹിക ട്രഡീഷണൽ എക്സ്പെക്ടേഷൻസ് അബൌട്ട് എ വുമൻ, അങ്ങനെ അതാണ് അനുഭവിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അനുഭവിച്ചിട്ടുണ്ടാകും. ഓരോരോ കാലഘട്ടത്തിൽ അതിൻ്റേതായിട്ടുള്ള പ്രതീക്ഷകൾ സമൂഹവും കുടുംബവും ഒക്കെ വെച്ച് പുലർത്തുമല്ലോ. അപ്പോൾ അതൊക്കെ അതാത് കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം തരണം ചെയ്ത് നമ്മൾ ഈ നിലയിലാണ് ജീവിക്കാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളത് വ്യക്തികളെ ബോധ്യപ്പെടുത്തേണ്ട രീതിയിൽ ബോധ്യപ്പെടുത്തിയാൽ പിന്നെ ഒരു പ്രശ്നം കാണില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ സംടൈംസ് യു ഓൾസോ മേക്ക് certain choices in your life, which may not stick to a particular school of thought. ഇപ്പോൾ ഫെമിനിസം എന്നുള്ള ഒരു സ്കൂൾ ഓഫ് തോട്ട് എടുത്തു കഴിഞ്ഞാൽ അതിൽ പലർക്കും പല ചിന്തകളായിരിക്കും, പലർക്കും പല മാനദണ്ഡങ്ങളായിരിക്കും. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം there are certain choices that I made in my life which may or may not be applicable to the feminist school of thought. But I'm not bothered about that as long as I believe that you're a strong woman or you're a strong person if in your sound mind you can make your own decisions. അത്രയേ ഉള്ളൂ. അപ്പോൾ എൻ്റെ തീരുമാനം അതായിരുന്നു, അത് നടപ്പിലാക്കാൻ എനിക്ക് സാധിച്ചു എന്നുള്ളത് മാത്രമാണ് എന്നെ ശക്തയാക്കുന്നത്. ആ തീരുമാനം ബാക്കിയുള്ളവരുടെ കണ്ണിൽ അത് ഒരു പക്ഷേ സ്ത്രീത്വത്തിൻ്റെ ബലഹീനതയാകാം, ബാക്കിയുള്ളവരുടെ കണ്ണിൽ അത് ബലമാകാം. അതെന്തുമായിക്കോട്ടെ.